am Hasna. Welcome to my YouTube channel. So, ഇന്ന് നമ്മൾ ബേസിക് ഇൻസ്ട്രക്ഷണൽ മെത്തേഡിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ബേസിക് ടീച്ചിങ് മോഡൽ. ബേസിക് ടീച്ചിങ് മോഡൽ എന്ന് പറയുമ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പഠനത്തിൻ്റെ ഔട്ട്കം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതാണ്. സോ അത് 3 ഡൊമൈൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് നടത്തുന്നത്. ഒന്നെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു സ്റ്റുഡൻസിന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടാവണം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, തിങ്കിങ് പോലെയുള്ള എബിലിറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. ദെൻ സൈക്കോമോട്ടർ എബിലിറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാറുണ്ട്. അഫക്റ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇമോഷൻസ് ഒക്കെ എയിം ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. സോ ടീച്ചിങ് എന്ന് പറയുന്നത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമീൻ്റെ ബേസിലാണ്. നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചിട്ടുണ്ടാവും. 2001 അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചിങ് മോഡൽ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ആർ സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡൊമൈൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡൊമൈൻസിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെയും ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പിന്നെ കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് മോഡൽ. ഇനി ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മോഡൽ എന്നുള്ള ആ ഒരു വേർഡ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തെങ്കിലും ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്ലിക്ക, ഒരു എക്സാമ്പിൾ, ഒരു സിംപ്ലിഫൈഡ് ഫോം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിനും അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് മോഡൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു രൂപം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഈ ഒരു ആദ്യത്തെ 3 പോയിന്റ്സിൽ പറയുന്നത്. എ പാറ്റേൺ ഓർ ബ്ലൂ പ്രിന്റ് യൂസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് ഗൈഡിങ് ടീച്ചിങ്. അതിൻ്റെ ഒന്ന് ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ഈ 3 പോയിന്റ്. അല്ലെങ്കിൽ ഒരു റെപ്ലിക്ക, എക്സാമ്പിൾ, ഫോളോഡ് ഫോർ ഇമിറ്റേഷൻ, ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ എ സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് പ്രോസസ്സ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മോഡൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ആദ്യമൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിങ്, ആർക്കിടെക്ചർ, സൈക്കോളജി, എഡ്യൂക്കേഷൻ ഫോർ പ്ലാനിങ് ബിഫോർ ആക്ച്വൽ എക്സിക്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മോഡൽ നോക്കിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മോഡൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് അധികം യൂസ് ചെയ്യുന്നത് ഈ ഫീൽഡുകളിലാണെന്നാണ് പറയുന്നത്. ദെൻ ഇനി ടീച്ചിങ്ങിനെ മാത്രം നോക്കുകയാണെങ്കിൽ ടീച്ചിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിനെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ എന്തും നമ്മൾ ടീച്ചിങ് എന്ന് പറയാം. അതൊരു വായ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. അതിനെ ഗാഗിൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ആശയം ഇതാണ്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ് ടു ചേഞ്ച് ബിഹേവിയർ പൊട്ടൻഷ്യൽ. എഡ്മണ്ട് ആമിഡോൺ പറയുന്നത് ടീച്ചിങ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. സോ എഡ്മണ്ട് ആമിഡോൺ വിശ്വസിക്കുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മാത്രമാണ് ടീച്ചിങ് എന്നാണ്. അതിന് പുറത്തേക്കില്ല. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആണല്ലോ. ദെൻ സ്കിന്നർ പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് കണ്ടീഷൻ എന്നാണ്. അതായത് കുട്ടികൾക്ക് റീഇൻഫോഴ്സ് കൊടുത്തിട്ട് പഠിക്കുന്നതാണ്. പ്രൈസ് ചെയ്യുക, റിവാർഡ് ചെയ്യുക, അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ടീച്ചിങ് എന്നാണ് സ്കിന്നർ പറയുന്നത്. ദെൻ റയാൻസ് പറയുന്നത് ടീച്ചിങ് ഇൻവോൾവ്സ് ഗൈഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് ലേണിംഗ് ആക്ടിവിറ്റീസ്. സോ ഇതൊക്കെ ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവരുടെ അഭിപ്രായങ്ങളാണ്. ഇനി മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൈൻ മോഡലും ആദ്യം നോക്കി, പിന്നെ ടീച്ചിങ്ങും നോക്കി നമ്മൾ. ഇനി മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ മോഡലിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ ഡെഫിനിഷൻസ് ആണ്. ജോയ്സ് ആൻഡ് വെയിൽ 1978 പറയുന്നത് എ മോഡൽ ഈസ് എ പ്ലാൻ ഓർ പാറ്റേൺ ഫോർ ഡിസൈനിങ് കരിക്കുലം ആൻഡ് ഗൈഡിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ഈ ടീച്ചിങ്ങിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കരിക്കുലം പ്ലാൻ ചെയ്യുക, ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കുലം പ്ലാനിങ്, അവരെ ഗൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനൊക്കെയാണ് ടീച്ചിങ് മോഡൽ എന്നതുകൊണ്ട് ജോയ്സ് ആൻഡ് വെയിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ എഗൻ എറ്റാൾ ഉദ്ദേശിക്കുന്നത് 1979 അവർ പറഞ്ഞത് ടീച്ചിങ് മോഡൽസ് ആർ പ്രിസ്ക്രിപ്റ്റീവ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷണൽ ഗോൾ. എന്തെങ്കിലും ഒരു പ്രത്യേക ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ടീച്ചിങ് മോഡൽസ് എന്നാണ്. ദെൻ ഡ്യൂയി 1916 പറഞ്ഞിട്ടുള്ളത് ടീച്ചിങ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെന്റ്സ് ഫോർ സ്റ്റുഡൻറ് ഇൻട്രാക്ഷൻ.
സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ലേണിങ്ങിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ടീച്ചിങ് എന്നാണ്. ദെൻ പാസി, സിംഗ് ആൻഡ് സെൻസൻവാൾ 1991 പറയുന്നത് ടീച്ചിങ് മോഡൽ ഈസ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ ഡിസൈനിങ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ്. എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മെറ്റീരിയൽസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ മാത്രമാണ് ടീച്ചിങ് മോഡൽ എന്നാണ് ഈ 3 പേര് പറഞ്ഞിട്ടുള്ളത്. പാസി, സിംഗ് ആൻഡ് സെൻസൻവാൾ. ഓക്കെ, ഇനി കോമൺ ആട്രിബ്യൂട്ട്സ് ഓഫ് ടീച്ചിങ് മോഡൽ. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ്. അതിൻ്റെ ഓരോ ഗുണങ്ങൾ, നമ്മുടെ മെറിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത് അതിൻ്റെ കോർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലേണിംഗ് എൻവയോൺമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യും, പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും, പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ടീച്ചിങ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിലുണ്ടാവും. പിന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിന് ഡിസൈൻ ചെയ്യാൻ സഹായിക്കും, അത് ലേണിംഗ് ഔട്ട്കത്തിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ സിസ്റ്റമാറ്റിക് ഗൈഡൻസ്, ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള, അതായത് ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുള്ള എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചിങ് മോഡൽസ് ആണ്. അതായത് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രൂപരേഖ, അത് മാത്രമാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ. വലിയ സംഭവം ഒന്നുമല്ല, അത് പറഞ്ഞത് തന്നെ ഡിഫറെൻറ്റ് വേർഡ്സിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് മോഡൽ. ടീച്ചിങ് മോഡൽസിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കരിക്കുലം പ്ലാനിങ്ങും അതുപോലെ അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതിൻ്റെ ഇവാലുവേഷൻ പർപ്പസ് ആണ്. ദെൻ പ്രൊവൈഡ് സ്പെസിഫിക്കേഷൻസ് ഫോർ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റിനെ സ്പെസിഫൈ ചെയ്യുക, ടീച്ചറിനെ ഗൈഡ് ചെയ്യുക, ടീച്ചർ സ്റ്റുഡൻറ്റ് ക്ലാസ് റൂം ഇൻട്രാക്ഷന് ഗൈഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ അഡീഷണൽ ഫങ്ഷൻസ് വരുന്നത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസും മെത്തേഡ്സും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോട്ട് എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻസ്, ഡിഫൈൻ മെഷറബിൾ ലേണിംഗ് ഔട്ട്കംസ്, ബ്രിങ് ബിഹേവിയറൽ ചേഞ്ച് ഇൻ ലേണേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ടീച്ചർ ലേണർ ഇൻട്രാക്ഷൻ, അവരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഹെൽപ്പ് പ്ലാനേഴ്സ് ക്രിയേറ്റ് റിച്ച് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് കുട്ടികൾക്ക് അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ക്ലാസ്സിൽ, അപ്പോൾ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ ഇവാലുവേഷന് ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളാണ്, അതിനെ ഡിഫൈൻ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി മുതലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് ടീച്ചിങ് മോഡൽ ഫാമിലീസ്. ഓക്കെ, ഇത് 4 തരം ഫാമിലീസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി, പേഴ്സണൽ ഫാമിലി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഓക്കെ, ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. അതായത് തിങ്കിങ്, അനലൈസിങ്, ഇവാലുവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുന്ന ടീച്ചിങ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഫോർമേഷനാണ്. നമുക്ക് കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി, നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ഇൻഫർമേഷൻ പ്രോസസ്സിങ്, പിന്നെ തിങ്കിങ് സ്കിൽസ് ഒക്കെ. ഇതിനെ ജോയ്സ് ആൻഡ് വെയിൽ ആൻഡ് ഷവേഴ്സ് 1992 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ പീപ്പിൾ ഓർഗനൈസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ടീച്ചിങ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനകത്ത് ഓർഗനൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഓരോ യൂസ് സിമ്പിൾസ് എങ്ങനെയാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് വെർബൽ ആയിക്കോട്ടെ നോൺ വെർബൽ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മോഡലാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. അങ്ങനെയാണ് ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ടീച്ചിങ് മോഡലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്, അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി ട്രെയിനിങ്, ന്യൂമോണിക്സ്,
കോഗ്നിറ്റീവ് ഗ്രോത്ത്. ഈ ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ MCQ വന്നാൽ നമുക്കത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റണം. സോ ഇൻഡക്റ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓറിയന്റഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന തിയറിസ്റ്റ് ഹിൽഡ താബെയാണ്. ഇത് എയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഡക്റ്റീവ് മെന്റൽ പ്രോസസ്സ്, അക്കാഡമിക് റീസണിങ്, തിയറി ബിൽഡിംഗ് ഒക്കെ എയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ, ടീച്ചിങ് മോഡൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ്. ഇത് ജെറോം ബ്രൂണർ കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മുടെ ഇൻഡക്റ്റീവ് റീസണിങ്ങും പോലെ തന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടി വരുന്നുണ്ട്, കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് അനാലിസിസ്. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക മാത്രമല്ല അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റുമെങ്കിൽ ആ മോഡലാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ദെൻ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് മോഡൽ ഡേവിഡ് ഓസ്ബൽ ആണ്. ഇത് നമ്മുടെ പുതിയ നോളജിനെ പഴയ നോളജുമായിട്ട് കമ്പയർ ചെയ്ത് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നുണ്ടോ, അതുമായിട്ടുള്ള കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. ദെൻ ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി. ഇത് ജോസഫ് ജെ ഷ്വാബാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ it improves the ability to teach the research system of discipline. നമ്മുടെ ഡിസിപ്ലിൻ്റെ റിസർച്ച് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിപ്പിക്കാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഇത് നോക്കുന്നത്. ദെൻ ഇൻക്വയറി ട്രെയിനിങ് കൊണ്ടുവന്നിട്ടുള്ളത് റിച്ചാർഡ് സുഷ്മാൻ ആണ്. ദെൻ ഇത് ബേസ് ചെയ്തിട്ടുള്ളത് ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് ഇൻക്വയറി ആൻഡ് തിയറി ബിൽഡിംഗ്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാനുള്ള ഒരു ത്വരയും നമ്മുടെ തിയറി ബിൽഡിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുന്നതാണ് ഇൻക്വയറി ട്രെയിനിങ്. ദെൻ ന്യൂമോണിക്സ് ഹെൻറി ലൊറയൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂട്ടാനാണ്. പിന്നെ അതുപോലെ അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ കൺസെപ്റ്റ്, ഫാക്ട്സ്, മെമ്മറീസ് ഒക്കെ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. അതായത് ഈ ന്യൂമോണിക്സ് നമുക്കറിയാം, നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ഓരോന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ന്യൂമോണിക്സ് തയ്യാറാക്കാറുണ്ട്. ഇതിന്ന രീതിക്ക് പഠിച്ചാൽ നമുക്കിത് ഓർഡറിൽ ഓർത്ത് വെക്കാന്നുള്ള ഒരു PSC പിന്നെ അതുപോലെ UGC നെറ്റ് എക്സാംസിനൊക്കെ നമ്മളിങ്ങനെ ക്രോണോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേർഡെന്നും ഓരോ വേർഡ് വെച്ച് നമ്മൾ സ്റ്റോറീസ് ഒക്കെ ബിൽഡ് ചെയ്ത് വെക്കാറുണ്ട്. സോ അങ്ങനെയുള്ള അതായത് മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണത്. സോ ആ ഒരു വേർഡ് വെച്ചിട്ട് ഇത് ഓർത്ത് വെക്കുക. ന്യൂമോണിക്സ് കൊണ്ടുവന്നത് ഹെൻറി ലൊറൈൻ. ദെൻ ലാസ്റ്റ് വൺ കോഗ്നിറ്റീവ് ഗ്രോത്ത്. ഇത് ജീൻ പിയാജറ്റ് ആണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ജനറൽ ഇന്റലക്ച്വൽ എബിലിറ്റി, എസ്പെഷ്യലി ലോജിക്കൽ റീസണിങ്. നമ്മുടെ ലോജിക്കൽ റീസണിങ് ഡെവലപ്പ് ചെയ്യാനുള്ള അത് എയിം ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു ജനറൽ ഇന്റലക്ച്വൽ എബിലിറ്റി ആണ് അത് നോക്കുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് ഗ്രോത്ത്, ജീൻ പിയാജറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫാമിലിയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി എന്ന് പറയുന്നത്. ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ ആണ്. നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ കാരണമാകുന്ന എല്ലാം ഇതിൽ പെടും. സോ ഇറ്റ് എൻകറേജസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കോപ്പറേറ്റീവ് ലേണിംഗ്, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ പഠനം എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റക്കായിരിക്കില്ലല്ലോ. അപ്പോൾ ചിലത് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയും നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പഠനം, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും മാനിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, അതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി എന്ന് പറയുന്നത്. ഇതിൽ 3 തരം മോഡൽസ് ആണുള്ളത്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, റോൾ പ്ലേയിങ്, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി. ഓക്കെ, ഇതിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവന്നിട്ടുള്ള തിയറിസ്റ്റ് ഹെർബർട്ട് തെലനും ആൻഡ് ജോൺ ഡ്യൂയി ആണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രാറ്റിക് സോഷ്യൽ പ്രോസസ്സ്, നമ്മുടെ സോഷ്യൽ പ്രോസസ്സിന് അതിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള അതിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വളരുന്ന സ്കിൽസിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ ഇൻട്രാക്ഷൻ സ്കിൽസ് ആൻഡ് ഇൻക്വയറി സ്കിൽസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡൽ വരുന്നത് റോൾ പ്ലേയിങ് മോഡലാണ്. ഇത് ഷാഫ്റ്റലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ബിഹേവിയേഴ്സ്, വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി കൊണ്ടുവന്നിട്ടുള്ളത് ഡൊണാൾഡ് ഒലിവറും ജെയിംസ് ഷേവറും ആണ്. ഇത് എയിം ചെയ്തിട്ടുള്ളത് നമ്മുടെ
primarily to teach the jurisprudential frame. ഈ ജൂറിസ്പ്രുഡൻഷ്യൽ എന്ന് വെച്ചാൽ ഫിലോസഫി ഓഫ് ലോ എന്നൊക്കെ പറയും. ഒരു ഫിലോസഫി ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലീഗൽ സിസ്റ്റം, അതുമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥകളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ഇടപെട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ലീഗൽ സിസ്റ്റം, ലോനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിനെപ്പറ്റി അറിയാനുള്ള, അതിനെ എയിം ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി. കൊണ്ടുവന്ന ആൾക്കാർ ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാമിലിയാണ് പേഴ്സണൽ ഫാമിലി ടീച്ചിങ് മോഡൽ. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഇമോഷണൽ ഗ്രോത്ത് ഒക്കെയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് കൺസെപ്റ്റ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി, അതായത് നമ്മുടെ സെൽഫായിട്ടുള്ള നമ്മുടെ ഓൺ ഗ്രോത്ത് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, പേഴ്സണൽ ഫാമിലിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൽ മോഡൽസ് വരുന്നത് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ്, സിനെക്റ്റിക്സ്, ക്ലാസ് റൂം മീറ്റിംഗ്, അവയർനെസ് ട്രെയിനിങ്. ഈ ഒരു 4 മോഡലാണ് ഇതിൽ വരുന്നത്. നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് കൊണ്ടുവരുന്നത് കാൾ റോഗറാണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് അവയർനെസ്, ഓട്ടോണമി ആൻഡ് സെൽഫ് കൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന ആൾ വില്യം ഗോർഡൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ക്ലാസ് റൂം മീറ്റിംഗ്, ഇത് കൊണ്ടുവന്ന ആൾ വില്യം ഗ്ലേസർ ആണ്, നമ്മുടെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണിത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അവയർനെസ് ട്രെയിനിങ് ആണ്. ഇത് കൊണ്ടുവന്ന ആൾ വില്യം ഷൂട്ട്സ് ആൻഡ് ഫ്രിറ്റ്സ് പേൾസ് ആണ്. ഇത് കൊണ്ടുവരുന്നത് അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് മോഡൽ വരുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയാണ്. ഇത് നമ്മുടെ BF സ്കിന്നറിൻ്റെ ബിഹേവിയറിസ്റ്റ് തിയറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളുടെ റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടായിരിക്കാം. ഒക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറയുന്നേക്കാം, നമ്മുടെ കുട്ടികളെ തല്ലി വളർത്തിയാൽ അനുസരണയുള്ളവരാവും, തല്ലാതെ വളർത്തിയാൽ പിന്നെ വളരുന്ന സമയത്ത് പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ. ഒക്കെ അത് ഡിബേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ചിലർ തല്ലിയാലും തല്ലിയില്ലെങ്കിലും നന്നാവും. പക്ഷേ ഈ ഒരു BF സ്കിന്നർ പറയുന്നത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടായിരിക്കും. അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ പറയുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി എന്ന് പറയുന്നത് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ ഷേപ്പിംഗ് ആണ്, റീഇൻഫോഴ്സ്മെന്റ് ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. ഓക്കെ, സോ ഇതിൽ വരുന്ന മോഡൽസ് 3 എണ്ണമാണ്: സെൽഫ് കൺട്രോൾ, സ്ട്രെസ് റിഡക്ഷൻ, ഡയറക്റ്റ് ട്രെയിനിങ്. ഓക്കെ, ദെൻ സെൽഫ് കൺട്രോൾ കൊണ്ടുവന്നത് ആള് BF സ്കിന്നർ ആണ്. അതായത് നമ്മുടെ സോഷ്യൽ ബിഹേവിയറും സോഷ്യൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് സെൽഫ് കൺട്രോൾ മോഡൽ വന്നിട്ടുള്ളത്. ദെൻ സ്ട്രെസ് റിഡക്ഷൻ റിം ആൻഡ് മാസ്റ്റേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി, അതായത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലർക്ക് അത് ഇൻട്രോവേർട്ടായി പോവാന്നൊക്കെ പറയല്ലോ. സോ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ദെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ റിലാക്സേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിറക്റ്റ് ട്രെയിനിങ് മോഡലാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഗാഗിനാണ്. ഇത് എയിം ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ ആൻഡ് സ്കില്ലിൻ്റെ പാറ്റേൺ എയിം ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റാണ് ബേസിക് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ 4 ഫാമിലി മോഡൽസിൻ്റെത് കഴിഞ്ഞിട്ടോ. ഇനി ഇത് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ള ആള് റോബർട്ട് ഗ്ലേസർ ആണ്. ഒരു ടീച്ചിങ് മോഡൽ എപ്പോഴും ടീച്ചേഴ്സിന് കിട്ടണം, എന്നാലേ അവർക്ക് അത് ഇമിറ്റേറ്റ് ചെയ്തിട്ടെങ്കിലും, അതായത് ഇപ്പൊ എങ്ങനെയാണ് ഈ ലോകത്ത് ഒരാൾ പഠിപ്പിക്കുക, അത് ഇന്ന രീതിക്ക് പഠിപ്പിക്കുക, മറ്റൊരാൾ കേൾക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായത്, അത് ഒരാളത് കണ്ട് മറ്റൊരാൾ പഠിച്ചതായിരിക്കും. ഒരു മോഡൽ ഉണ്ടായിരിക്കും അതിന്. ഓക്കെ, ഒരാൾ പഠിപ്പിക്കുക, മറ്റൊരാൾ കേൾക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആള് റോബർട്ട് ഗ്ലേസർ ആണ്. 1962 ഇത് സൈക്കോളജിക്കൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ഇത് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സിമ്പിൾ ആൻഡ്
സിസ്റ്റമാറ്റിക് കൺസെപ്ച്വലൈസേഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കേണ്ടത് എന്നുള്ളതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്ച്വലൈസേഷനാണ് ആ ഒരു മോഡലിലുള്ളത്. ഓക്കെ, അത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടീച്ചിങ്ങിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രോപ്പർ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്ങോട് കൂടി ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു മോഡലിനെ നമുക്ക് 4 ഭാഗമാക്കി തിരിക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, എൻട്രി ബിഹേവിയർ, ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ്, പെർഫോമൻസ് അസസ്മെന്റ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് എന്താണ് അവരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. സോ അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ എൻട്രി ബിഹേവിയർ, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഏരിയയാണ് എൻട്രി ബിഹേവിയർ. ദെൻ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ്, അവിടെ നമ്മൾ ആ കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞു. ദെൻ പെർഫോമൻസ് അസസ്മെന്റ്, നമുക്ക് അവിടുന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് എ ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് ആഡഡ് ലേറ്റർ ടു ഇംപ്രൂവ് ആൻഡ് മോഡിഫൈ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതായത് ഈ ഒരു 4 കോമ്പണൻസ് ഉണ്ടല്ലോ, ആ ഒരു 4 കോമ്പണൻസിന്റെ കൂടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കൂടി പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട് ടു ഇംപ്രൂവ്, മോഡിഫൈ ആൻഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ഇനി ഈ 4 കോമ്പണൻസും ഓരോന്ന് നോക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ബോധം വേണം, എന്തായിരിക്കും ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പോകുന്നത്, കുട്ടികൾ എന്താണ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് കേൾക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഡിഫൈൻസ് സ്കോപ്പ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് ലേണിംഗ് പ്രോസസ്. ഇതിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ള അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ലിമിറ്റ്സ്, ആ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ലിമിറ്റ്സ്, ഇതൊക്കെ അതിലുണ്ടായിരിക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ആർ ഫ്രെയിംഡ് അക്കോർഡിംഗ് ടു 3 ഡൊമൈൻസ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ അത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, കോഗ്നിറ്റീവ് ഡൊമൈനിലേക്കാണോ, സൈക്കോമോട്ടർ ഡൊമൈനിലേക്കാണോ, എഫക്റ്റീവ് ഡൊമൈനിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി ബിഹേവിയർ ആണ്. എൻട്രി ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് നോളജ്, സ്കിൽസ്, എബിലിറ്റീസ് ഓഫ് ലേണേഴ്സ്, ഇതൊക്കെ നമ്മളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എത്തിക്കുന്ന അവരിലുള്ള ഓൾറെഡി ഉള്ള നോളജ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് ടീച്ചേഴ്സ് ടു സെലക്ട് സ്യൂട്ടബിൾ ടീച്ചിങ് മെത്തേഡ്സ് അക്കോർഡിംഗ് ടു സ്റ്റുഡൻസ് ലെവൽ. അവർക്ക് എന്താണോ അറിയുന്ന കാര്യം ആ ഒരു ലെവൽസിനനുസരിച്ചായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്ത് പുതിയ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ദെൻ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ്, ഇത് മെത്തേഡ്സ് ആണ്. ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മളെ ടീച്ചിങ് മെത്തേഡ്, നമ്മൾ ഏത് രീതിക്കാണോ അത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്നിക്സ്, നമ്മുടെ സ്ട്രാറ്റജീസ്, ഏത് വിധത്തിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു 4 കോമ്പണൻസിലെ കോർ കോമ്പണൻ്റ് ആണെന്ന് പറയാം. ഇവിടെയാണ് ലേണിംഗ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ചിലപ്പം ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സിലേക്ക് വരും. ഓക്കെ, ദെൻ പെർഫോമൻസ് അസസ്മെന്റ്. പെർഫോമൻസ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ കാര്യം കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന്. അതായത് നമ്മുടെ ടെസ്റ്റ് നടത്തും, അസൈൻമെന്റ് നടത്തും, ടാസ്ക് നടക്കും. നമ്മുടെ റാപ്പിഡായിട്ടൊക്കെ ടെസ്റ്റ് വെക്കാറുണ്ടല്ലോ, ക്ലാസ് ടെസ്റ്റ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അസസ്മെന്റ് നടത്താം. ദെൻ അതിലൂടെ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്താണ് എത്തിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞതിലും അവർ മനസ്സിലാക്കിയതിലുള്ള ഒരു ഗ്യാപ്സ് എന്താണ്, അതിൻ്റെ പോരായ്മകൾ എന്താണ്, അവർ മനസ്സിലാക്കിയെടുത്തുള്ള പോരായ്മകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ പിന്നീട് ആഡ് ചെയ്ത ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സംഭവം, നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, എന്താണ് ഞാൻ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായത് എന്നുള്ളത്. ദെൻ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അതിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എറർ തിരുത്താനുള്ളൊരു സമയം കിട്ടുന്നു. ദെൻ ഇറ്റ് യൂസ് ടു മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ഒബ്ജക്റ്റീവ്സ്. അവർക്ക് മനസ്സിലായ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, എൻട്രി ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആ ടീച്ചിങ് മെത്തേഡിൽ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സിൽ ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഈ ഒരു ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ടീച്ചിങ് മോഡൽ. ഒരു ടീച്ചിങ് മോഡൽ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ ഒരു മോഡൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു മോഡൽ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. നമ്മുടെ ഏതൊക്കെ വിധത്തിൽ അതിനെ മാറ്റാം, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നെക്സ്റ്റ് വേറൊരു എലമെന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് വേറെ എലമെന്റ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവും. ഓക്കെ, സോ ടീച്ചിങ് മോഡലിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ബ്രേക്സ് ടീച്ചിങ് പ്രോസസ് ഇൻ ടു ക്ലിയർ ആൻഡ് സിമ്പിൾ
ബേസിക് കോമ്പണൻസ്. ഓക്കെ, സോ അതിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടും എന്തൊക്കെയാണ് അതിലുള്ള കോമ്പണൻസ് എന്നുള്ളത്. അത് നമുക്ക് ഏത് എഡ്യൂക്കേഷണൽ ലെവലിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും, വെദർ ഇറ്റ് ഈസ് പ്രൈമറി, സെക്കൻഡറി ഓർ ഹയർ എഡ്യൂക്കേഷൻ. ഇത് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഡ്യൂറേഷൻ. 1 hour ക്ലാസ്സിന് വേണമെങ്കിൽ അങ്ങനെ, സെമസ്റ്റർ കോഴ്സ് 6 month ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഫുൾ ഡിഗ്രി പ്രോഗ്രാമിന് വേണമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇങ്ങനൊരു ടീച്ചിങ് മോഡൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെ ഡിസൈൻ ചെയ്യാനും പിന്നെ അതുപോലെ നമുക്ക് എന്തൊക്കെ അവരിൽ നിന്ന് ബിഹേവിയറൽ ചേഞ്ചസ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മുടെ ടീച്ചിങ്ങിനെ മോർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുത്താനും പിന്നെ അതുപോലെ എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്, ഈ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ അത് വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു മോഡൽ ആവശ്യമാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ടീച്ചിങ് മോഡൽസ് ഹെൽപ്പ് ചെയ്യുന്നത് ടീച്ചേഴ്സിന് ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് മോഡൽസ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ടായതുകൊണ്ടാണ്, അവരുടെ ലെവൽസ് ഓഫ് ലേണിങ്ങും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ദ അൾട്ടിമേറ്റ് എയിം ഈസ് ടു ഇൻക്രീസ് സ്റ്റുഡൻസ് ആപ്റ്റിറ്റ്യൂഡ്. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് വളർത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്കില്ല് തന്നെയാണ് അർത്ഥം. ഓക്കെ, കഴിവ്. ടു ലേൺ ആൻഡ് ഇംപ്രൂവ് ലേണിംഗ് ഔട്ട്കം. കുട്ടികളിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും അവരുടെ ലേണിംഗ് ഔട്ട്കം ഇൻക്രീസ് ആക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലേണിംഗ് ഔട്ട്കം ടീച്ചിങ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദെയർ. ഓക്കെ, താങ്ക് യു.